പണ്ട് കാലത്ത് മഴക്കാലത്ത് പ്രത്യേകിച്ച് കർക്കിടക മാസമൊക്കെ ആവാൻ നേരത്ത് മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു കഷായമാണ് നാടിക്കഷായം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് പലർക്കും അത് അറിയാത്തതുണ്ട്. സമയക്കുറവ് കൊണ്ടും ഒക്കെയാണ് ഇത് പലരും കഴിക്കാതെ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ഇത് ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ശരീരത്തിന് നല്ലതാണ് ഈ ഒരു കഷായം കുടിക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന രീതിയും അതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിനായിട്ട് ആവശ്യമുള്ളത് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നാണ് കിട്ടുക. നാടിക്കഷായത്തിനുള്ള പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പൊതി അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇതിലടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ഇന്ദുപ്പും കായവുമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ സാധാ ഉപ്പൊന്നും ചേർക്കില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇന്ദുപ്പ് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കേണ്ടതില്ല. ഇതിലെടുത്ത് പറയേണ്ടത് 19 കൂട്ടം മരുന്നുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ 10 തരം വേരുകൾ തന്നെ അടങ്ങിയിട്ടുണ്ട്. ഔഷധ മരങ്ങളുടെ വേരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തരം തോടുകൾ, അതായത് കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, ഏലക്ക, പിന്നെ ധാന്യങ്ങളായിട്ടുള്ള ചെറുപയർ, വൻപയർ, പിന്നെ വലിയ ജീരകം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇതിലുണ്ട് കേട്ടോ. മുത്തങ്ങ, ചിറ്റാമൃത് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കൂട്ടാണിത്. മഴക്കാലത്താണ് നമ്മൾ ഈ കഷായം കുടിക്കേണ്ടത്. കാരണം ഇത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ട് വേനൽക്കാലത്തൊന്നും നാടിക്കഷായം പൊതുവെ ആരും കുടിക്കാറില്ല. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നന്നായിട്ട് ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ടതില്ല. അപ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വലിയൊരു കുടുക്കി എടുക്കാം. ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ളൊരു മൺകലം തന്നെ എടുക്കുക. അതിലേക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പൊതി നാടിക്കഷായത്തിന് 14 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി കുടുക്കയിൽ ഒരുമിച്ച് 14 ലിറ്റർ കൊള്ളൂല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം പകുതിയോളം വെള്ളം എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് ആദ്യം തന്നെ അളന്നിട്ട് മറ്റെവിടെയെങ്കിലും വെക്കുക. എന്നിട്ട് കുടുക്കയുടെ പകുതി ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ കഷായം കുറുക്കി വരുന്നൊരു ടൈമിൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. മൊത്തം 14 ലിറ്റർ വേണം എടുക്കേണ്ടത്. അത് നമുക്ക് കുറുക്കി 4 ലിറ്റർ കഷായമാക്കി എടുക്കുകയാണ് വേണ്ടത്. വെള്ളം ചൂടാക്കാനായി വെച്ച ഒരു ടൈമിലാണ് നമ്മളിതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ വേണം. നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ഇതിനി ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. വെള്ളം നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പൊടിച്ചിട്ടുള്ള മരുന്നിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് കൂടി വെച്ച് കൊടുക്കുക. പണ്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് എന്തെങ്കിലും ഇരുമ്പിൻ്റെ എന്തെങ്കിലും കത്തിയോ ആണി എന്തെങ്കിലും വെക്കാറുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമാണ്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് കത്തിച്ചിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ വലിയ കുടുക്കിയല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറുക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 14 ലിറ്റർ വെള്ളം നമ്മൾ കുറുക്കി 4 ലിറ്റർ ആക്കി എടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ഈ കഷായത്തിൻ്റെ പരിവാവുന്നത്. അത് നമ്മൾ പിന്നെ അരിച്ചിട്ട് കുടിക്കുകയാണ് ചെയ്യുക. വെറും വയറ്റിൽ രാവിലെയും അതുപോലെ വൈകിട്ടും ഭക്ഷണത്തിൻ്റെ 1 മണിക്കൂർ മുന്നേയൊക്കെ ആയിട്ട് അങ്ങനെ വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറഞ്ഞത് ഒരു 3 ദിവസമെങ്കിലും കുടിക്കണേ. നമ്മൾ 7 ദിവസമാണ് കുടിക്കാറുള്ളത്. നന്നായിട്ട് തിളച്ച് കുറുക്കി വരുന്ന ഒരു ടൈമിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഇന്ദുപ്പും കായവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി വീണ്ടും മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക. പിന്നെ ദിവസവും രാവിലെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ചൂടാക്കി വെക്കുന്നുണ്ട്. കേടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ദിവസം ചൂടാക്കിയിട്ട് വെക്കണം. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ മരുന്നുകളും ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. ദശമൂലം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 10 വേരുകൾ അടങ്ങിയത് വാതസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ ത്രിഫലത്തോട്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കടുക്കത്തോട്, നെല്ലിക്കത്തോട്, താനിക്കത്തോട് എന്നൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ ശരീരം ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ചുക്ക്, കുരുമുളക്, തിപ്പല്ലി ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും പിന്നെ വാതസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കാനും അങ്ങനെയൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു കഷായം കുടിക്കുന്നത്.
അപ്പോൾ നമ്മുടെ കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ അരിച്ചിട്ടാണ് കുടിക്കുന്നത്. കാരണം ഇതിലെ മരുന്നിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം അരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കഷായം കുടിക്കുന്നത്. പിന്നെ അതിൽ നമ്മളൊരു ഗുളിക കൂടി ചേർക്കുന്നുണ്ടാവും. അത് എന്തിനാന്ന് വെച്ചാൽ ഈ ഗ്യാസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കഷായം കുടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഗുളികയും കൂടി പൊടിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ധന്വന്തരാതി ഗുളികയാണ്. നമ്മൾ ഈ നാടിക്കഷായത്തിൻ്റെ കൂട്ട് വാങ്ങുന്ന അവിടെ നിന്ന് തന്നെ ഈ ഒരു ഗുളികയും നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ തവണ കഴിക്കുന്ന സമയത്തും ഈ ഒരു ഗുളിക ജസ്റ്റ് കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിരിക്കും കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.